ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ അനുദിന സന്ധ്യാ തിരുവചന ധ്യാന സന്ദേശം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഇന്നത്തെ ധ്യാനത്തിന് വഴികാട്ടുന്ന ദൈവവചനം 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. എത്ര ആഴമേറിയ ഒരു സത്യമാണ് ഈ വചനം. ലോകം നമ്മെ തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യർ നമ്മുടെ പേരറിയണം, നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ അറിയണം, അംഗീകരിക്കണം, നമ്മുടെ ജീവിതം പ്രശംസിക്കണം എന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു മഹത്തായ സത്യമാണ്. ദൈവം നമ്മെ അറിയുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. സഹോദരങ്ങളെ, ദൈവം നമ്മെ പേരുകൊണ്ട് വിളിക്കുന്നു. നമ്മുടെ സന്തോഷങ്ങൾ അവിടുന്ന് അറിയുന്നു. നമ്മുടെ കണ്ണുനീർ അവിടുന്ന് കാണുന്നുണ്ട്. നമ്മുടെ മുറിവുകൾ അവിടുന്ന് സ്പർശിക്കുന്നുണ്ട്. നമ്മുടെ നിശബ്ദത പോലും അവിടുന്ന് അറിയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നുമുണ്ട്. ഈ സന്ധ്യയിൽ ഒരുപക്ഷെ ചിലർ ചിന്തിക്കുന്നുണ്ടാവാം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ വേദനകൾ ആരും കാണുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. എന്നാൽ ഇന്നത്തെ ഈ തിരുവചനം നമ്മോട് പറയുന്നു, ദൈവം നിന്നെ അറിയുന്നു. ഇത് വെറും ഒരറിവല്ല, ഇത് സ്നേഹത്തിൻ്റെ അറിവാണ്. ഇത് പിതാവിൻ്റെ കരുതലാണ്. മകനെ നഷ്ടപ്പെടാതിരിപ്പാൻ ഓടി വരുന്ന പിതാവിൻ്റെ ഹൃദയമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല, അതൊരു ജീവിത ശൈലിയാണ്. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിലാണ് ദൈവസ്നേഹം പ്രകടമാകുന്നത്. അടുത്തവനെ, നമ്മോട് കൂടെയുള്ളവനോട് ക്ഷമിക്കുന്നതിലാണ് ദൈവസ്നേഹമുള്ളത്. പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തുന്നതിലാണ് ദൈവസ്നേഹം. വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ സഭയുടെ ജീവിതത്തിലും വിശ്വസ്തരായി നിലകൊള്ളുന്നതിലാണ് ദൈവസ്നേഹം. സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം മറ്റാരോടുമല്ല, നമ്മുടെ സ്വന്തം ഹൃദയത്തോടാണ് നാം ചോദിക്കേണ്ടത്. ദൈവത്തിനു വേണ്ടി നാം സമയം കൊടുക്കുന്നുണ്ടോ? തിരുവചനം വായിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ടോ? സ്നേഹമില്ലാത്ത വിശ്വാസം അതെപ്പോഴും അപൂർണമാണ്. അറിവ് അഹങ്കാരം വളർത്താം, എന്നാൽ സ്നേഹം അത് ആത്മാവിനെ വിശുദ്ധമാക്കുന്നു. ഇന്ന് നമ്മുടെ ലോകം അറിവിൽ വളരുന്നു, പക്ഷെ സ്നേഹത്തിൽ വളരുന്നുണ്ടോ? ദൈവ സ്നേഹത്തെക്കുറിച്ച് അറിയുന്നത് മാത്രം പോരാ. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ അറിയുന്നത് ഒരു അനുഗ്രഹമാണ്. എന്നാൽ ദൈവം നമ്മെ അറിയുന്നു എന്നത് അതൊരു രക്ഷയുടെ ഉറപ്പാണ്. ഈ സന്ധ്യയിൽ നമുക്ക് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ മുൻപാകെ തുറന്നു വയ്ക്കാം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം അങ്ങയെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയം അങ്ങേക്ക് പ്രിയപ്പെട്ടതാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അത് നമ്മൾ തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ കുടുംബം മാറും, നമ്മുടെ പ്രാർത്ഥനകൾ മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. സ്നേഹിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ആയതിനാൽ ഈ സന്ധ്യയിൽ ഒരു പുതിയ തീരുമാനമെടുക്കാൻ നമുക്ക്. അത് പ്രശസ്തിക്ക് വേണ്ടിയല്ല, അത് ലോകത്തിൻ്റെ അംഗീകാരത്തിനു വേണ്ടിയുമല്ല. ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വർഗം സാക്ഷ്യം പറയും. ഇവൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം അവനെ അറിയുന്നു.
ഈ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ വിനയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അങ്ങയേക്കാൾ ലോകത്തെ കൂടുതൽ സ്നേഹിച്ച നിമിഷങ്ങൾക്കായി ഞങ്ങളോട് കരുണ കാണിക്കണമേ. പ്രാർത്ഥനയിൽ അലസരായതിനും തിരുവചനം അവഗണിച്ചതിനും അടുത്തവനെ സ്നേഹിക്കാതിരുന്നതിനും ക്ഷമിക്കേണ്ടവരെ ക്ഷമിക്കാതിരുന്നതിനും അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും ജീവിച്ചതിനും ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അങ്ങയുടെ അമൂല്യ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയോടുള്ള സ്നേഹം വീണ്ടും ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. വിശുദ്ധിയുടെ വഴിയിൽ ഞങ്ങളെ നടത്തണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തമ്പുരാനെ വിശുദ്ധ ദൂതന്മാരുടെ കാവലിൽ നീ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. നാളെ വീണ്ടും അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ഉണരുവാൻ, ജീവിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. വിശുദ്ധ കന്യക മറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയും കാവലും കോട്ടയും തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.